ഹലോ നമസ്കാരം. ഈ ചെണ്ടപ്പുറത്ത് കോലിട്ടോടത്തൊക്കെ എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു പരിപാടി കേട്ടോ. ഇവിടുന്ന് ഒരു ചെണ്ട കൂട്ടണ ഒച്ചയൊക്കെ കണ്ട് നമുക്ക് പോയി നോക്കിയാലോ. എവിടെയാ വന്നതെന്ന് പറയാൻ മറന്നു. വന്നതേ ശുഗപുരം ചമ്പ്രമാണം ശിവക്ഷേത്രത്തിലാണ് കേട്ടോ. അവിടെ ശിവരാത്രിയോടനുബന്ധിച്ച് ഇന്ന് പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ അതിലെങ്ങനെ പാസ് ചെയ്യുമ്പോഴാണ് ഗംഭീര മേളാണേ. അപ്പോൾ ഓടി വന്നു, എല്ലാം പരിചയക്കാരാ. എൻ്റെ സൂപ്പർ സീനിയറായിട്ട് പഠിച്ചിട്ടുള്ള പ്രശാന്ത് പള്ളിപ്പാടുണ്ട്, സന്തോഷുണ്ട്, പിന്നെ എല്ലാവർക്കും അറിയാലോ മഹേഷ് കുമാർ ശുഗപുരം പ്രവാസിയാണ്. അദ്ദേഹം നല്ലൊരു കലാകാരനാണ്. അദ്ദേഹം ഈ പൂരത്തിൻ്റെ സമയത്താണ് നാട്ടിൽ വരിക. അവരുണ്ട്, എല്ലാവരുടെയും മേളം നമുക്കൊന്ന് കേൾക്കാലോ. അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൗതുകമുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഈ കൊട്ടുന്നവരും പാടുന്നവരും ഈ മേളത്തിലെ ആളുകളെല്ലാവരും കൂടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും. അവരുടെ കണ്ണുകൊണ്ടും കൈ കൊണ്ടും കാലുകൊണ്ടും ഒന്നും വേണ്ട, അവരുടെ ശരീരം മൊത്തം ഒരു പ്രത്യേക ഭാഷയാണ്. അവർ തമ്മിൽ ആ ഒരു ഭാഷയിലൂടെയാണ് ആശയവിനിമയം ചെയ്യുന്നത്. നല്ല രസമാണ് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ. നമുക്കൊന്നും മനസ്സിലാവില്ലെങ്കിലും അവരെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. വല്ലാത്തൊരു രസതന്ത്രം തന്നെയാണേ. പൂരക്കാലത്തല്ലോ മാഷിയുടെ നാട്ടിൽ വന്നത്. എങ്ങനെയുണ്ട് ഈ ഒരു പൂരക്കാലം? പൂരക്കാലം ഗംഭീരായിരുന്നു. പൂരത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. കുളങ്കര പൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദേശക്കാരൻ്റെ ഒരു ഇതാണ് കാലം. പിന്നെ അവിടെ മുത്തശ്ശൻ വെളിച്ചപ്പാടായിരുന്നു. പിന്നെ ഞങ്ങള് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കുട്ടും പാട്ടൊക്കെ ചെണ്ടപ്പുറത്ത് പോയിട്ട് തന്നെ ഞാൻ അതെ. അപ്പൊ ഈ ഒരു പൂരത്തിന്റെ സീസണിൽ മഴച്ചിട്ട് എല്ലാ വർഷവും വരുമോ? മിക്കവാറും വരാറുണ്ട്. അപ്പൊ ഏതൊക്കെ പൂരം കിട്ടിയിപ്പോ? 2-ാം തീയതി പോകും. എന്നാ വന്നേ? ജനുവരി 18 മുതൽ എല്ലാ പൂരവും ഉണ്ട് അല്ലേ? കൊളങ്കര, കണ്ണേങ്കാവ്, ഇപ്പൊ ചമ്പ്രമാണം, ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും പോയില്ലേ? ഫുറൂഖാവ്. അപ്പൊ സന്തോഷായില്ലേ? ഹാപ്പി. എന്തായാലും കൊട്ടൊക്കെ അടിപൊളിയായി. ഞാൻ ലൈവായിട്ട് ആദ്യമായിട്ടാട്ടോ മാഷേട്ടന്റെ കാണുന്നത്. എന്തായാലും ഇപ്പൊ ഇവിടെ ചമ്രവോണത്ത് വന്നതുകൊണ്ട് കൊട്ടും എല്ലാം കൂടി മൊത്തത്തിൽ അടിപൊളി ഒരു സെറ്റപ്പായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നിപ്പോ ശിവരാത്രി ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ശിവരാത്രി ആശംസകൾ നേരാം മാഷേട്ടാ. ശിവപുരത്തെ സംബന്ധിച്ച് 3 ക്ഷേത്രങ്ങളാണ് ഉള്ളത്.
ഒന്ന് ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം, ഒന്ന് ശുഗപുരം ചെമ്പ്രമാണം ശിവക്ഷേത്രം, ഒന്ന് ശുഗപുരം കുളങ്കര ഭഗവതി ക്ഷേത്രം. ഈ 3 ക്ഷേത്രവും ഇതിൽ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രമാണ് ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം. അത് കഴിഞ്ഞാൽ ചെമ്പ്രമാണം ശിവക്ഷേത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുളങ്കര ഭഗവതി ക്ഷേത്രം. പക്ഷേ കുളങ്കര ഭഗവതി ക്ഷേത്രം ഇന്ന് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ശക്തി ക്ഷേത്രങ്ങളിലൊന്നാണ്. ഇവിടെ ചെമ്പ്രമാണം ശിവക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ട് ശിവനും പിന്നെ ഗണപതി, അയ്യപ്പൻ, ഭഗവതി, നാഗങ്ങൾ, അങ്ങനെ ബ്രഹ്മരക്ഷസ്, അത്രയും പ്രതിഷ്ഠകളാണ് ഇവിടെ. ഇളനീരാഭിഷേകം, പാലഭിഷേകം, പഞ്ചഗവ്യം, അതൊക്കെയാണ് പ്രധാനം. എന്തായാലും ഇവിടെ വരാനും കാണാനും സാധിച്ചൊരു സന്തോഷം. നന്ദേട്ടൻ അല്ലേ? രാവിലെ വേണേട്ടനെ കണ്ടിട്ട് വേണേട്ടൻ രാവിലെ പ്രശാന്ത് എവിടേക്കാ? ഞാൻ യൂത്ത് ഹോസ്റ്റലിൻ്റെ വേണേട്ടാ. അപ്പോൾ ഫസ്റ്റ് കിട്ടും, നിനക്ക് ഫസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് അത് ജില്ലാ കലോത്സവത്തിനാണ്. ചെണ്ടയില് പ്രശാന്ത് പള്ളിപ്പാടും മൃദംഗത്തില് നമ്മുടെ രഞ്ജിത്തും ആണല്ലേ? കുട്ടിക്കാലത്ത് കണ്ടതാണ്. ഞാന് എന്റെ സൂപ്പർ സീനിയർ ആയിരിക്കും പ്രശാന്ത് അല്ലേ? ആ, 92, ഞാൻ 94 ആണ്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അല്ലേ? തിരി നാരയൊക്കെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഉണ്ട്. ഇതൊരു സന്തോഷാണല്ലേ? സന്തോഷാണല്ലേ? സന്തോഷേന്ന് കൊട്ടി എന്തായാലും ഞാൻ യാദൃശികമായിട്ടേ ഞാൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോ ഒരു ചെണ്ടയുടെ ഒച്ച, അപ്പൊ പിന്നെ ഓടി വന്ന് നോക്കിയപ്പോ പിന്നെ മഹേഷേട്ടനെ കണ്ട്. മഹേഷേട്ടന് ഒരു ബൈറ്റ് കിട്ടണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നു ഞാൻ. അപ്പൊ എന്തായാലും സന്തോഷം. അനുബന്ധിച്ച് ചമ്രമാണത്താണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ എന്റെ സുഹൃത്തുണ്ട് സജീവ്, സന്തോഷ്, പിന്നെ ഞാനും, പിന്നെ നല്ല അടിപൊളി ഒരു അല്ലേ തായമ്പകയായിരുന്നു മേളം, അടിപൊളി മേളം. എനിക്ക് അതിന്റെ പ്രയോഗങ്ങളൊന്നും പറയാൻ അറിയില്ല. എന്തായാലും കലാകാരന്മാരായ കുറെ ആളുകളെ ഒരുമിച്ച് കണ്ടുമുട്ടിയതിലൊരു സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള സമയത്താണല്ലോ എല്ലാവരും ഒരുമിച്ച് കാണുക അല്ലേ? എന്താ സജീവിന് പറയാനുള്ളത്? ശിവരാത്രി ആശംസകൾ എല്ലാവർക്കും. ഇന്നിപ്പോ അതല്ലേ പറയല്ലേ? എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. എല്ലാ വർഷവും ശിവരാത്രിക്ക് ചമ്രമാണത്ത് വരാൻ പറ്റട്ടെ, വരാൻ പറ്റും, മേളത്തിനുണ്ടാവട്ടെ. അപ്പോൾ ശിവരാത്രി ആയിട്ട് ഞാൻ ഹാപ്പിയായി. കുറേ ആളുകളെ കണ്ടു, വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു, സന്തോഷം. നിങ്ങളൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിക്കുക, സംസാരിക്കുക, അങ്ങനെ നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് വരും വരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.